ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. വരുണ കീറി പൊളിച്ചടക്കുന്നത് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. ആ എപ്പിസോഡ് മിസ്സാക്കരുത്. ആദ്യം തന്നെ കാണിക്കുന്നത് വരുൺ കൺമണിയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നാൽ വരുണിന്റെ സ്വരം കേട്ട് കൺമണിക്ക് ആദ്യം ആളെ മനസ്സിലാകുന്നില്ല. തുടർന്ന് വരുൺ പിന്നെ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. അത് ശരി, കൺമണിക്ക് എന്റെ സ്വരം കേട്ടിട്ട് മനസ്സിലാകുന്നില്ല അല്ലെ, എന്നെ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി അയ്യോ വരുൺ, ഞാനൊരു തിരക്കിലാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ കൺമണിയോട് കൺമണിക്ക് എന്ത് തിരക്ക്, എന്റെ കാര്യത്തെക്കാട്ടും വലുത് കൺമണിക്ക് എപ്പോഴും ജോലിയാണല്ലോ, കൺമണിക്ക് ഇപ്പോൾ എന്താണ് ഇത്ര വലിയ തിരക്കെന്ന് ചോദിക്കുകയാണ്. അറിയാമല്ലോ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ കല്യാണമാണ്, അത് കൺമണി മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ഇല്ല, ഞാനത് മറന്നിട്ടില്ല എന്ന് പറയുകയാണ്. തുറന്ന് വരുൺ പിന്നെ കൺമണിയോട് കൺമണി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. കൺമണി അലികേറി ജോലി രാജിവെച്ചതല്ലേ, ഇപ്പോൾ കൺമണി വീട്ടിലല്ലേ, പിന്നെ എന്ത് ജോലിയാണ് കൺമണിക്കുള്ളത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ കൺമണി ആകെ കിളിപോയി നിൽക്കുകയാണ്. തുറന്ന് കൺമണി ഒന്നും മിണ്ടാതെ കണ്ട് വരുണ് നല്ല ദേഷ്യം വരികയാണ്. തുറന്ന് വരുൺ പിന്നെ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. കൺമണി സത്യം പറ, കൺമണി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ വരുണോട് വരുൺ ഇന്ന് വൈകിട്ട് ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വരുണെ ഒന്ന് കാണണം, നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോഴേക്കും വരുൺ രമയായി മാറിയിരിക്കുകയാണ്. വരുൺ അത് കേട്ട് സന്തോഷമാവുകയാണ്. തുടർന്ന് വരുൺ പിന്നെ കൺമണിയോട് ആദ്യമായിട്ടാണ് കൺമണിയെ എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറയുന്നത്, ഇന്ന് കാക്ക മലർന്ന് പറക്കുമെന്നൊക്കെ പറഞ്ഞ് വരുൺ പിന്നെ കൺമണിയോട് ഞാൻ എങ്ങോട്ടാണ് വരേണ്ടതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി വരുണോട് വൈകിട്ട് 5 മണിക്ക് ഒരു പാർക്കിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കൺമണി ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച ശേഷം പക്ഷെ വരുൺ നിൽക്കുന്നത് 2 ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ മോളെ, നിന്നെ ഞാൻ കല്യാണം ഒന്ന് കഴിച്ചോട്ടെ, നിന്നെ കൊണ്ട് ഞാൻ ചക്രശ്വാസം വലിപ്പിക്കും, നിന്നെ ഞാൻ വട്ടം കറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പഞ്ച് ഡയലോഗ് അടിച്ച് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് വരുൺ. എന്നാൽ ഈ സമയത്ത് കൺമണി തലയ്ക്ക് കൈവച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്തെ ക്യാബിനിലിരുന്ന് കൺമണിയെ വായി നോക്കുന്ന കൃഷി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൺമണി തലയ്ക്ക് കൈവച്ച് എന്തോ വലിയ ടെൻഷനിലാണെന്നുള്ള കാര്യം കൃഷ്ണ മനസ്സിലാവുകയാണ്. തുടർന്ന് കൃഷി വേഗം തന്നെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൃഷി കൺമണിയെ വിളിക്കുകയാണ്. എന്ത് പറ്റി കൺമണി, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് അയ്യോ സാർ, ഞാൻ സാറിനോട് പറയാത്തൊരു കാര്യമുണ്ടായിരുന്നു, 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ കല്യാണമാണ്, എന്റെയും വരുണിന്റെയും കല്യാണമാണ്, 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് എന്നിട്ട് കൺമണി ഇപ്പോഴാണോ അത് പറയുന്നത് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് അയ്യോ സാർ, ഞാനത് മറന്നുപോയതാണ്, വരുണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ആ കല്യാണത്തിന്റെ കാര്യം ഞാൻ സാറിനോട് പറയാൻ മറന്നുപോയത്, ഇപ്പോഴാണ് വരുൺ പറഞ്ഞപ്പോഴാണ് എനിക്കത് പോലും അത് ഓർമ്മ വന്നത്. എന്റെ ഏട്ടത്തി വരുണിന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം ഉറപ്പിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം, എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാൽ അത് കേട്ട് കൃഷ്ണൻ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഇനി നമ്മൾ എന്ത് ചെയ്യും കൺമണി എന്ന് ചോദിക്കുമ്പോൾ കൺമണി പിന്നെ കൃഷ്ണനോട് ഞാൻ എന്തായാലും വരുണോട് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വരുണോട് എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് കൺമണി അതിനെന്തിനാണ് വിഷമിക്കുന്നത്, ഒരു കാര്യം ചെയ്യും, കൺമണി ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൺമണിക്കൊപ്പം വരാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാറ് വെറുതെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് എനിക്ക് എന്താ ബുദ്ധിമുട്ടാ, ഇത് കൺമണിയുടെ കാര്യം മാത്രമല്ലല്ലോ, ഇത് നമ്മുടെ കാര്യമല്ലേ, ഞാൻ എന്തായാലും കൺമണിക്കൊപ്പം വരാം, ഞാൻ തന്നെ പറഞ്ഞോളാമെന്ന് കൺമണിയോട് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് കൺമണി ആകെന്ന് പേടിച്ചു നിൽക്കുകയാണ്. ഈ വരുണിങ്ങി കൃഷ് സാറിനോട് എങ്ങനെയായിരിക്കും പെരുമാറുക, കൃഷി തിരിച്ച് വരുണിനോട് എങ്ങനെയായിരിക്കും പെരുമാറുക, അങ്ങനെ 100,000 സംശയങ്ങളായിട്ടാണ് കൺമണി നിൽക്കുന്നത്. തുറന്ന് കാണിക്കുന്നത് ലാലിയും ക്ലീറ്റസ് കൂടി സംസാരിക്കുന്നതാണ്. ക്ലീറ്റസ് ലാലിയെ ഉപദേശിക്കുകയാണ്. അമ്മ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ ഗോവയിൽ പോയിട്ട് ഒളിവിൽ കഴിയാൻ പറയുമ്പോൾ ലാലി സമ്മതിക്കുന്നില്ല, ഞാൻ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ക്ലീറ്റസ് പിന്നെ അമ്മയോട് പിന്നെ പറയുന്നത് അമ്മയ്ക്ക് സുമിത്രയെ അറിയാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ലാലിയും തിരിച്ചടിക്കുകയാണ്. സുമിത്രയ്ക്ക് എന്നെയാണ് അറിയാത്തത്, എനിക്ക് സുമിത്രയെല്ലാം അറിയാം, ഞാനും എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. നീ വെറുതെ അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത്, അവര് നിനക്ക് മോതിരം തന്നത് നിന്നെ മകനായിട്ട് ദത്തെടുത്തതുകൊണ്ടൊന്നുമല്ല, നീ അവർക്ക് വെറും ഒരു കാവൽ നയം മാത്രമാണെന്ന് പറയുമ്പോൾ ക്ലീറ്റസ് പിന്നെ അമ്മയോട് പറയുന്നത് അവരെന്നെ പട്ടിയോ കഴുതിയോ എന്ത് വേണമെങ്കിലുമായി കണ്ടോട്ടെ, എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല, അവരെ എന്നെ സംബന്ധിച്ച് പണം കായ്ക്കുന്ന ഒരു മരമാണ്, നമ്മൾ അത് ചിന്തിച്ചാൽ പോരെ, നമുക്ക് പണം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി, ബാക്കിയൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട എന്ന് പറയുകയാണ്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അവർക്ക് മുമ്പിൽ നിൽക്കേണ്ടതെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ക്ലീറ്റസ് പിന്നെ അമ്മയ്ക്ക് ഒരു സ്റ്റഡി ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുകയാണ്. മിക്കവാറും സുമിത്ര പ്രതികാരമെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും സുമിത്രയുടെ സകല സ്വത്തും ക്ലീറ്റസ് അടിച്ചെടുത്ത് സുമിത്ര പാപ്പരാകാൻ സാധ്യതയുണ്ട്. തുറന്നു കാണിക്കുന്ന വരുണാണ്. വരുൺ കൺമണിയും കാത്ത് ഒരു പാർക്കിൽ ഇങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൺമണിയെ വട്ടം കറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരുണാണ് വട്ടം കറങ്ങുന്നത്. ഈ സമയത്ത് ഫോണിൽ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വരുൺ. ഈ സമയത്താണ് കൺമണി അങ്ങോട്ട് വരുന്നത്. തുറന്ന് വരുൺ ആ ഫോൺ വെക്കുകയാണ്. തുറന്ന് കൺമണി നേരെ വരുണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് വരുൺ നല്ല സന്തോഷത്തിൽ പിന്നെ കൺമണിയോട് കൺമണി ആദ്യമായിട്ടാണ്
എന്നോട് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് 1000 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തി നിൽക്കുകയാണ് വരൻ. തുറന്ന് വരുൺ പിന്നെ കൺമണിക്ക് എന്നോട് എന്താണ് ഇത്ര അത്യാവശ്യമായിട്ട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ കൺമണി പിന്നെ വരുണോട് നല്ല ഗൗരവത്തിൽ ഈ കല്യാണം നടക്കില്ല വരുൺ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഒന്ന് ഞെട്ടുകയാണ് വരുൺ പിന്നെ കൺമണിയോട് അയ്യോ ഞാൻ ശരിക്കും കേട്ടില്ല എന്ന് പറയുമ്പോൾ കൺമണി വീണ്ടും വരുണിന്റെ മുഖത്ത് നോക്കി നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുണ് നല്ല ദേഷ്യം വരികയാണ്. ഞാനിത് പലതവണ വരുണിന്റെ അച്ഛനോട് പറഞ്ഞതാണ്, വരുണോടും പറഞ്ഞതാണ്, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ നല്ല ദേഷ്യം വരികയാണ്. അത് എന്ത് ന്യായമെന്ന് ചോദിച്ചുകൊണ്ട് വരുൺ പിന്നെ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. വരുൺ ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കരുത് വരുൺ എന്ന് കൺമണിക്ക് വരുണോട് പറയുമ്പോൾ വരുൺ നല്ല ദേഷ്യത്തിൽ നീ അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്, നമ്മുടെ വിവാഹം നടക്കില്ലെന്നാണോ എന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ്. അതേ വരുൺ, നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടക്കില്ല എന്ന് പറയുകയാണ്. കാരണം കൺമണിയുടെ വിവാഹം കഴിഞ്ഞതാണ്, ഞാൻ കൺമണിയുടെ കയ്യിൽ താലി കെട്ടിയതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് വരുൺ വിശ്വസിക്കാനാകാതെ. തുടർന്ന് വരുൺ വീണ്ടും നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണൻ കണ്ടൊരു കലിപ്പ് ഓൾറെഡി ഉണ്ട്. കൃഷ്ണനോട് കൺമണിയുടെ കല്യാണം കഴിഞ്ഞോ, നിങ്ങൾ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കുകയാണ്. തുടർന്ന് വരുണ് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. കൺമണിയുടെ വിവാഹം കഴിഞ്ഞു, ഞാനുമായിട്ട് കൺമണിയുടെ വിവാഹം നടന്നു കഴിഞ്ഞു എന്ന് പറയുകയാണ്. കൺമണി ഇപ്പോൾ എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയുടെ തോളിൽ കൈവച്ച് നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് വരുൺ നല്ല ദേഷ്യത്തിൽ കൺമണിയുടെ തോളിൽ കൈവച്ച് നിൽക്കുന്ന കൃഷ്ണനെ തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ വരുൺ ഉപദേശിക്കുകയാണ്. അന്യപുരുഷന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ വരുണെ? എന്നിട്ടും വരുൺ കൺമണിയുടെ പിന്നാലെ നടന്ന കൺമണിയെ ശല്യം ചെയ്തു. ഒരു പ്രത്യേക ധാരണയുടെ പുറത്ത് ഞാൻ അത് തൽക്കാലം മറന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. നമുക്കെല്ലാം മറക്കാം, നമുക്കെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കാം എന്ന് പറയുകയാണ് കൃഷി. ഇത് പറഞ്ഞുകൊണ്ട് കൃഷി വരുണ് നേരെ കൈ നീട്ടുകയാണ്. നമുക്ക് ഇനി മുതൽ നല്ല ഫ്രണ്ട്സ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈ നീട്ടുന്നത്. എന്നാൽ അത് കണ്ട് വരുൺ വീണ്ടും ദേഷ്യം വരികയാണ്. നീയാണോ എന്റെ നല്ല ഫ്രണ്ട് ആകാൻ വരുന്നത്? അത് ശരി, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ എന്റെ മുമ്പിൽ നാടകം കളിക്കുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്നാൽ വരുണിന്റെ ചൊറിയുന്ന സംസാരം കേട്ട് കൃഷിന്റെ ദേഷ്യം ഒറ്റയടിക്ക് 0-ൽ നിന്ന് 100-ലേക്ക് എത്തുകയാണ്. കൃഷി പിന്നെ നല്ല ദേഷ്യം പിന്നെ വരുണോട് കൺമണിയെ കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ കൺമണിയുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അമ്പലത്തിൽ ഈശ്വരന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ കൺമണിയുടെ കയ്യിൽ താലി കെട്ടിയത്, അല്ലാതെ ഇതൊരു നാടകമല്ല എന്ന് തുറന്നടിച്ച് തന്നെ പറയുകയാണ് വരുണോട് കൃഷി. എന്നാൽ അത് കേട്ട് വരുണ് നല്ല ദേഷ്യം വന്നിട്ട് വരുൺ പിന്നെ കൃഷ്ണനോട് അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്, വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ വരുണോട് അയ്യേ സർട്ടിഫിക്കറ്റോ, ആർക്കും വേണോടാ അതിന്റെ സർട്ടിഫിക്കറ്റ്, നിനക്ക് ഞാൻ താലി തന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞോട്ടെ കൃഷി കൺമണിയുടെ കഴുത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ താലി ചേരന്റെ എടുത്ത് വരുണ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ കൺമണിയുടെ കഴുത്തിൽ കെട്ടിയ താലി എന്ന് പറഞ്ഞുകൊണ്ട് വരുണ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് ഞെട്ടിക്കിളി പോയി നിൽക്കുകയാണ് വരുൺ. ഇത് ഞാൻ കൺമണിയുടെ കഴുത്തിൽ കെട്ടിയ താലിയാണ്, 1000 വരുൺമാര് വിചാരിച്ചാലും ഇത് പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. കാരണം ഈ താലിക്ക് ഒരു പവിത്രതയോട്, ഇത് ഞാൻ ഈശ്വരന്റെ മുന്നിൽ വെച്ച് കെട്ടിയ താലിയാണ്, ജീവിതാവസാനം വരെ ഇത് കൺമണിയുടെ കഴുത്തിൽ തന്നെ കിടക്കുമെന്ന് പറയുകയാണ് വരുണിന്റെ മുഖത്ത് നോക്കി കൃഷി. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷി പറയുന്നതെല്ലാം കേട്ട് ഏതോ ഒരു ലോകത്താണ്. തുടർന്ന് കൃഷി പിന്നെ വരുണെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ താലിയിലെങ്ങാനും നീ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. എന്നാൽ ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യത്തിൽ പിന്നെ വരുൺ പിന്നെ കൃഷ്ണനോടും കൺമണിയോട് അത് ശരി, ഇത്രയും നാളെ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ വരുണോട് കൺമണിയല്ല നീയാണ് ചതിയൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുണെ തിരിച്ചടിക്കുകയാണ്. ചതിയിലൂടെ കൺമണിയുടെ വീട് നീ തട്ടിയെടുത്തു, അവളുടെ ഏട്ടത്തെ അമ്മയുമായിട്ട് ഗൂഢാലോചന നടത്തി, കൺമണിയെ കുറിച്ച് അപവാദ കഥകൾ നീ അരികിൽ വിളിച്ചു പറഞ്ഞ് കൺമണിക്കെതിരെ നീങ്ങി. നിന്റെ മനസ്സിൽ നിറച്ച അഴുക്കാണടാ, നിന്റെ മനസ്സിലെ അഴുക്ക് അത് നീ ഒന്ന് കഴുകി ശുദ്ധിയാക്കാൻ പറയുകയാണ്. ഞാൻ നിനക്ക് ഒരു ഉപദേശം തരാം. ഒരുത്തന്നെ ലോകത്ത് എന്തു വേണമെങ്കിലും കീഴടക്കാം, സമുദ്രം കീഴടക്കാം, എവറസ്റ്റ് കൊടുമുടി കീഴടക്കാം, ശത്രു രാജ്യങ്ങളെയും കീഴടക്കാം. പക്ഷെ ലോകത്ത് കീഴടക്കാൻ പറ്റാത്ത ഒന്നുണ്ട്, അതൊരു പെണ്ണിന്റെ മനസ്സാണെന്ന് പറയുകയാണ്. 1000 ജന്മം നീ ശ്രമിച്ചാലും കൺമണിയുടെ കഴുത്തിൽ ഞാനല്ലാതെ മറ്റാർക്കും താലി കെട്ടാൻ സാധിക്കില്ല എന്ന് വരുണിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് കൃഷ്. എന്നാൽ ഇതെല്ലാം കേട്ട് വരുണാകെ കണ്ണും തള്ളിങ്ങനെ നിൽക്കുകയാണ്. വരുണ് കൃഷ്ണനോടും കൺമണിയോടുള്ള പക മൂർച്ഛിച്ച് തന്റെ പല്ലെല്ലാം കടിച്ച് പൊടിച്ചിങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ വരുണോട് പിന്നെ പറയുന്നത് നീ പണമായിട്ടും സ്വർണമായിട്ടും കൺമണിയുടെ വീട്ടിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ മുതലും പലിശയും അടക്കം ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തന്നോളാം എന്ന് പറയുകയാണ്. പക്ഷെ നീ എനിക്ക് എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും കൺമണിയെ മാത്രം ഞാൻ നിനക്ക് തരില്ല എന്ന് പറയുകയാണ്. കൺമണി എന്റെ പെണ്ണാണ്, അതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോളാൻ പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ പിന്നെ കൃഷ്ണനോട് അത് ശരി, അപ്പോൾ അങ്ങനെയാണല്ലേ എന്ന് പറയുമ്പോൾ കൃഷ്ണ അതെ ഇങ്ങനെ തന്നെയാണ്, നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ വരുൺ നല്ല കലിപ്പിൽ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കണ്ടാകെ കിളി പോയി നിൽക്കുകയാണ് കൺമണി. തുറന്ന കൺമണി വരുൺ പോയതിനു ശേഷം
കൃഷിന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ കൺമണിയോട്, അയ്യോ കൺമണി ഇതെന്താണ് ചെയ്യുന്നത്, എന്തിനാണ് എന്നോട് തൊഴുന്നത്, വേണമെങ്കിൽ എന്നെ രണ്ട് തൊഴിച്ചോളൂ, പക്ഷെ എന്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുത് നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ്. സാർ വരുണോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് സാർ ലോകത്തോട് നമ്മുടെ കാര്യം വിളിച്ചു പറയുന്ന പോലെ എനിക്ക് തോന്നി എന്ന് പറയുകയാണ്. പക്ഷെ എനിക്ക് പേടിയാകുന്നു സാർ, ഇനി വരുൺ ഇനി അടങ്ങിയിരിക്കുമോ, വരുൺ ഇത് നടന്ന് പാട്ടാക്കില്ലേ എന്ന് പറയുകയാണ്. വരുൺ ഇത് എല്ലായിടത്തും പറഞ്ഞു നടക്കില്ലേ സാർ എന്ന് ചോദിക്കുകയാണ്. എന്താ കൺമണി ഇങ്ങനെ, മാനസിയോട് സോറി പറയുന്നു, കല്യാണം കഴിഞ്ഞത് രഹസ്യമാക്കാൻ പറയുന്നു. തുടർന്ന് കൺമണിയോട് പിന്നെ കൃഷി പിന്നെ പറയുന്നത്, വരുൺ ഇത് ആരോട് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്തായാലും ഇതെല്ലാവരും അറിയേണ്ടത് തന്നെയല്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് വരുൺ ഇത് പറയുന്നെങ്കിൽ അത് നമുക്കൊരു ബോണസ് ആണെന്ന് പറയുകയാണ്. കൺമണി ഇങ്ങനെ വരുണിന്റെ കാര്യം ഓർത്തൊന്നും വിഷമിക്കേണ്ട, കൺമണിക്കൊപ്പം ഞാനില്ലേ മേഹൂന, അവനെ എനിക്ക് ആശയുടെ കയ്യിൽ നിന്ന് 2 തന്നവനാണ്, എനിക്ക് എന്തായാലും അതിന്റെ പലിശ അടക്കം അവിടെ തിരിച്ചു കൊടുക്കണം, അധികം വൈകാതെ തന്നെ ഞാൻ വരുണുള്ള പണി കൊടുക്കുമെന്ന് പറയുകയാണ് കൃഷി കൺമണിയോട്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി കൃഷി അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ പുൽച്ചെടിക്കകത്ത് നിന്ന് ഒരാൾ തലപൊക്കി നോക്കുകയാണ്. വരുണാണ്. വരുൺ അവിടെ തന്നെയുണ്ട്, വെളിക്കിരുന്നതല്ല. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു, ഒളിഞ്ഞെന്ന് കേൾക്കുകയാണ് വരുൺ. തുടർന്ന് കൃഷി കൺമണി അവിടുന്ന് പോയ ശേഷം വരുൺ പിന്നെ മനസ്സിൽ പറയുന്നത്, 2 ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ തന്നെ കൺമണിയെ കല്യാണം കഴിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. കൺമണി നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, കൺമണി നിന്റെ കഴുത്തിൽ കൃഷി കെട്ടിയ താലി ഞാൻ പൊട്ടിച്ചു കളയാൻ, എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് വരുൺ. തുറന്നു കാണിക്കുന്ന ജയിലാണ്. ബലരാമനെ കാണുന്നതിന് വേണ്ടി ആ ഷൺമുഖൻ വക്കീൽ വന്നിരിക്കുകയാണ്. തുറന്ന CI ബലരാമനോട് ആ ഷൺമുഖൻ വക്കീലിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി അടിക്കുകയാണ്. തുറന്ന് ഷൺമുഖം വക്കീൽ അങ്ങോട്ടേക്ക് വരികയാണ്. തുറന്ന് ഷൺമുഖം വക്കീൽ പിന്നെ ബലരാമനോട്, ബലരാമൻ ഇനി അധികം നാള് ഈ ജയിലിനകത്ത് കിടക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ ബലരാമൻ പിന്നെ വക്കീലിനോട്, അയ്യോ സാറേ ചതിക്കല്ലേ, ഞാനിവിടെ സ്വസ്ഥമായിട്ട് കിടക്കുകയാണ്, എനിക്ക് പുറത്തു വരണ്ട, ഞാൻ ഇവിടെ തന്നെ ബിരിയാണി കഴിച്ചു ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കോളാം, ഇവിടെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ്. എനിക്കിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയല്ല വേണ്ടത്, എനിക്ക് എന്റെ അച്ഛനെയും അമ്മയുമാണ് കണ്ടുപിടിക്കേണ്ടത്, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ എന്റെ അച്ഛനെയും അമ്മയെയും എനിക്ക് കണ്ടെത്തണം, അത് മാത്രമേ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമനോട് പിന്നെ ഷൺമുഖം, ബലരാമന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയാം. എന്നാൽ അത് കേൾക്കുമ്പോഴേക്കും ബലരാമൻ, പറയൂ സാറേ അത് ആരാണെന്ന് പറയൂ സാറേ എന്ന് പറഞ്ഞ് വക്കീലിനെ നിർബന്ധിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വക്കീൽ അത് പറയാൻ തയ്യാറാകുന്നില്ല. അതിന് സമയമാകുമ്പോൾ ഞാൻ തന്നെ ബലരാമനോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ വക്കീലിനോട്, എനിക്ക് എന്റെ അച്ഛനെയും അമ്മയോട് പ്രതികാരം ചെയ്യണം, അവരെ കണ്ടെത്തി എനിക്ക് അവർ രണ്ടുപേരും ഇല്ലാതാക്കണം എന്നിങ്ങനെ നല്ല പ്രതികാര ബുദ്ധിയിൽ നിൽക്കുകയാണ് ബലരാമൻ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.